പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ലൈവിൽ വരുവാൻ കർത്താവ് സഹായിച്ച കർത്താവിന്റെ നൽകിയ നന്മയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേൾവിക്കാരായിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്ന് ചിന്തിക്കുന്ന വിഷയം, രണ്ട് രാജാക്കന്മാർ ഇസ്രായേലിന് ഉണ്ടോ? വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കി പഠിപ്പിക്കുമ്പോൾ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ യഹൂദന്റെ രാജാവ് യഹോവയാകുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ യേശുവിന്റെ ജനനത്തിങ്കിൽ ഒരു ചോദ്യമുണ്ട്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ രാജാവായി പിറന്നവൻ എവിടെ? അപ്പോൾ യഹോവ മാത്രമാണ് ഇസ്രായേലിന്റെ രാജാവെന്ന് ബൈബിളിൽ പല വാക്യങ്ങൾ പറയുന്നുണ്ട്. യെശയ്യാ 32:1 വായിക്കുമ്പോൾ ഒരു രാജാവ് നീതിയോടെ വാഴും എന്ന് പറയുന്നുണ്ട്. അത് യഹോവയെ കുറിച്ചാണ്. യെശയ്യാ 44:6 വാക്യം വായിക്കുമ്പോൾ ഇസ്രായേലിന്റെ രാജാവായ യഹോവ എന്ന് വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നു. 1 ശമൂവേൽ 12:12 വായിക്കുമ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് രാജാവായിരിക്കെ മറ്റൊരു രാജാവിനെ നിങ്ങളുടെ മേൽ വാഴണം എന്ന് പറയുന്നത് എന്ത് എന്നുള്ള ചോദ്യം അവിടെ കാണുവാൻ കഴിയുന്നു. യിരെമ്യാവ് 10:10 യഹോവ ശാശ്വത രാജാവ് എന്ന് പറഞ്ഞിരിക്കുന്നു. യഹോവയായ ഇസ്രായേലിന്റെ രാജാവും യേശു ക്രിസ്തുവും രണ്ട് വ്യക്തികളാണെങ്കിൽ യഹൂദന് രണ്ട് രാജാക്കന്മാർ ഉണ്ടെന്ന് നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. കാരണം യേശുവിന്റെ ജനനത്തെങ്കിൽ നമുക്കറിയാം, ഇസ്രായേലിൽ എപ്പോഴും ഒരു രാജാവിനെ അല്ലെങ്കിൽ അവരുടെ മശികയെ അവർ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു ക്രിസ്തു രാജാവാണെന്ന് തെളിയിക്കുന്ന പല സന്ദേശങ്ങൾ ബൈബിളിലൂടെ കാണുവാൻ കഴിയുന്നു. ഒന്ന്, തന്റെ ജനനത്തെങ്കിൽ തന്നെ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനാണ് എന്ന് യേശുവിനെ കുറിച്ച് പറയുന്നു. പിന്നെ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷകളിലൂടെ അത് വെളിപ്പെടുത്തി. പ്രവാചകൻ പറയുന്നു, ഇതാ നിന്റെ രാജാവ്. യെരൂശലേം പുത്രി അല്ലെ ഇസ്രായേൽ ജനത്തോട് പറയുക, ഇതാ നിന്റെ രാജാവ് കഴുതപ്പുറത്ത് കയറി വരുന്നു. അത് സംഭവിച്ചു. യേശു ക്രിസ്തു രാജാവായി ജനിച്ചവൻ രാജാവിന്റെ പദവിയിൽ അല്ലെങ്കിൽ രാജകീയ വിളംബരത്തോടെ കഴുതപ്പുറത്ത് യെരൂശലേം ദേവാലയത്തിലേക്ക് യഹോവ അല്ലെങ്കിൽ അവരുടെ മശിക മാത്രം കയറേണ്ടതായ കിഴക്കേ കവാടത്തിലൂടെ കടന്നു ചെന്നു. അവിടെ അവരെല്ലാം ഹോശന്ന പാടി, യഹോവയുടെ നാമത്തിൽ വരുന്നവന് വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞു. വൃക്ഷങ്ങളുടെ തളിരിലകളും പനയോലകളും തളിര് ഇലകളും അതുപോലെ തന്നെ പട്ടുവസ്ത്രങ്ങളും ഒക്കെ അവിടെ വിരിച്ചു. അപ്പൊ യഥാർത്ഥത്തില് യഹൂദന്മാരുടെ രാജാവായി അല്ലെങ്കിൽ ഇസ്രായേലിന്റെ രാജാവായി ജനിച്ചത് യേശുവാണ്. യഹോവ കടക്കേണ്ട ആ വാതിലിലൂടെ യേശു ക്രിസ്തു കടന്നു ചെന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവര് മനസ്സിലാക്കി ആ വാതിൽ അടച്ചേക്കാൻ പറഞ്ഞു. നമ്മള് യെഹെസ്കേൽ 44-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അത് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവർ വാതിലടച്ചു. എന്തിനാണ് അവര് ആ കിഴക്കേ കവാടം അടച്ചത്? എന്തുകൊണ്ടാണ്? യഹോവ മാത്രം കയറേണ്ട ആ കവാടത്തിലൂടെ ദൈവനിഷേധിയായ ഒരുവൻ അല്ലെങ്കിൽ യേശു അതുവഴി കടന്നു വന്നപ്പോൾ ഇനി അങ്ങനെ ദൈവനിഷേധിയായ തന്നെത്താൻ ദൈവമായി ഉയർത്തുന്ന ഒരുവൻ അതുവഴി ഒരു വ്യാജൻ കടന്നു വരേണ്ട കാര്യമില്ല. യഹോവ മാത്രം കിടക്കേണ്ട വാതിലാണ്. അത് അടച്ചിട്ടു. അങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആ വാതിൽ അടച്ചിട്ടു. ഇനി
ആ വാതിലിലൂടെ ആയിരിക്കും കർത്താവ് യേശു ക്രിസ്തു രണ്ടാമത് കടന്നു വരുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട് ഇസ്രയേലെ രക്ഷിപ്പാൻ ആരുമില്ലാതെ അവർ സ്തംഭിച്ചു നിൽക്കുമ്പോൾ, അവർക്ക് ചുറ്റും ശത്രുക്കൾ വന്ന് ഒരു നിമിഷം കൊണ്ട് തകർക്കുവാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ, മുകളിലേക്ക് നോക്കിയാൽ ശത്രുവിന്റെ വലിയ സേന അവരെ ആക്രമിക്കുവാൻ തയ്യാറായി യുദ്ധവിമാനങ്ങളിൽ പാറിപ്പറക്കുന്ന കാഴ്ച അവരെയെല്ലാം അമ്പരിപ്പിക്കും. ആ നിമിഷത്തിൽ അവർ നിലവിളിക്കും, തങ്ങളുടെ മശിക വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നുവെന്ന്. അപ്പോഴാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ ഒലിവുമലയിൽ വന്ന് കാലുകുത്തുകയും അവർ കുത്തിയ എങ്കലേക്ക് നോക്കുമെന്ന് യഹോവ പറയുക, അവർ കുത്തിയ എങ്കലേക്ക് നോക്കും. അപ്പോൾ അവിടെ കടന്നു വരുന്നത് യേശുക്രിസ്തുവാണ് കടന്നു വരുന്നത്. അവർ അവരുടെ പാപങ്ങൾ, പിതാക്കന്മാർ ചെയ്ത പാപങ്ങളൊക്കെ ഏറ്റുപറയുന്നു. അങ്ങനെ ഒരു ജാതി ഒരു ദിവസം കൊണ്ട് ജനിക്കുന്നു. ഇതെല്ലാം ബൈബിൾ സത്യമാണ്. അപ്പോൾ ആ യഹോവ സർവഭൂമിക്കും രാജാവാകും എന്നുള്ള വചനം നിറവേറുവാൻ അതിന് മുന്നോടിയായിട്ട് കർത്താവായ യേശു ക്രിസ്തു കടന്നു വരികയാണ്. ആദ്യം യഹൂദന്റെ രാജാവായി ജനിച്ചു, എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ രാജാവായി ജനിച്ചു. ഇസ്രയേലിന് യഹോവയല്ലാതെ മറ്റൊരു രാജാവില്ല. രണ്ടാമത് ഇസ്രയേലിന്റെ രാജാവ് കഴുതപ്പുറത്ത് വരും എന്നുള്ള സെക്കരിയ 9:9 വാക്യത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ കിഴക്കേ കവാടത്തിലൂടെ കടന്നു വന്നു. ഇന്ന് കവാടം അടച്ചിട്ടതിന്റെ കാരണവും ഞാൻ പറഞ്ഞുവല്ലോ. എന്നാൽ ഇനി ആ കവാടം തുറക്കപ്പെടും. നമ്മൾ 24-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോഴേ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇങ്ങനെയാണ്. അവിടെ 2 പ്രാവശ്യം എടുത്തു പറയുന്നുണ്ട്, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് മഹത്വത്തിന്റെ രാജാവ്? യുദ്ധവീരനായ യഹോവ തന്നെ. 2 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ആ യഹോവ കയറിയ ആ വാതിൽ അവർക്ക് യേശു ക്രിസ്തു യഹോവ എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ വാതിൽ അവരടച്ചിട്ടു. ഇനി അത് രണ്ടാമത് തുറക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ആ യെരൂശലേമിൽ എതിരെയുള്ള ഒലിവുമലയിൽ വന്ന് കാലുകുത്തിയതിന് ശേഷമായിട്ട്. നമുക്കറിയാം, ഒടുവിൽ പണിയപ്പെടുന്ന യെരൂശലേം ദേവാലയത്തിലേക്ക് യേശു ക്രിസ്തു കടന്നു വരുന്നു. ആ ശബ്ദവും 24-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ വാക്യം നമ്മൾ വളരെ ശ്രദ്ധിച്ചു വായിച്ചാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുമാറ് നമ്മുടെ വിശ്വാസം യഥാർത്ഥ വെളിപ്പാട് അവിടെ കിട്ടുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. 7-ാം വാക്യം, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. പിന്നെ 9-ാം വാക്യം വീണ്ടും പറയുക, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. അപ്പോൾ ആദ്യം അത് തുറക്കപ്പെട്ടപ്പോൾ കർത്താവായ യേശു അതിലൂടെ കടന്നു വന്നു. ഇനിയും നമുക്കറിയാം, ഇസ്രയേലിനെതിരെ വലിയ യുദ്ധസന്നാഹവുമായിട്ട് ജാതികൾ കടന്നു ചെല്ലുമ്പോൾ തന്നെ രക്ഷിക്കുവാൻ ആരുമില്ലാതെ അവര് നിഷ്ക്രിയരായി നോക്കി നിൽക്കുമ്പോൾ എല്ലാവരുടെയും നിലവിളി, കൂട്ട നിലവിളി, ഗോത്രമായി
അവരെല്ലാം അവിടെ നിലവിളിക്കുന്നു, മശിഹയ്ക്ക് വേണ്ടി വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നു, ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചെല്ലുവാൻ കാംക്ഷിക്കുന്നു എന്ന് പറയുന്ന പ്രകാരം മശിഹ വാസ്തവമായി വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് അവർ നിലവിളിച്ചുകൊണ്ട് ഹൃദയത്തിൽ വേദനയോടെ നിൽക്കുന്ന ആ ക്രിട്ടിക്കൽ മൂവ്മെന്റിൽ, ആ നിർണായക ഘട്ടത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിനെതിരെയുള്ള ഒലിവുമലയിൽ വന്ന് കാലുകുത്തുകയും ഇസ്രായേലിനെ രക്ഷിക്കുന്നതായിട്ടും നാം വിശുദ്ധ ബൈബിളിലൂടെ വായിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തു തന്നെയാണ് യഹോവയെന്ന് വ്യക്തമാക്കുന്ന ധാരാളം സൂചനകൾ ബൈബിളിലൂടെ വ്യക്തമായിരിക്കെ യേശു ക്രിസ്തു അല്ല യഹോവ, യേശു ക്രിസ്തു കേവലം പുത്രൻ മാത്രമാണ്, ഒരു മനുഷ്യൻ മാത്രമാണ്, യേശു ആരാധനയ്ക്ക് യോഗ്യനല്ല എന്ന് പറയുന്ന ദുരാത്മാവിന്റെ പ്രവർത്തനത്താൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഇന്ന് പെരുകുന്നുണ്ട്. അവരിൽ അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ്. യേശു ക്രിസ്തു യഹോവയല്ല എന്ന്, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്ത ആത്മാവൊക്കെയും എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്. അപ്പൊ എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ് ഉള്ളവരാണ് യേശു ദൈവമല്ല, യേശുവിനെ ആരാധിക്കേണ്ട എന്ന് പറയുന്നു. ഇവിടെ വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ യഹോവ രാജാവാണ്, യഹോവ ഇസ്രായേലിന്റെ രാജാവ് എന്ന് വ്യക്തമായി ബൈബിൾ പഠിപ്പിക്കുന്നു. ഇനി യേശു ഇസ്രായേലിന്റെ രാജാവായ യഹോവയാണെന്ന് യേശു സമ്മതിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് അറിയണ്ടേ നമുക്ക്. ഞാൻ ചില വാക്യങ്ങൾ വായിക്കാം, ഒന്ന് ശ്രദ്ധിച്ചാലും. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 49 മുതൽ. നഥാനിയേൽ അവനോട്, റബി, നീ ദൈവപുത്രൻ, ഇസ്രായേലിന്റെ രാജാവ് തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിനോട് നഥാനിയേൽ പറയുകയാണ്, റബി, നീ ദൈവപുത്രൻ, ഇസ്രായേലിന്റെ രാജാവ് തന്നെ. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ രാജാവാണെന്നും ഇതിനർത്ഥമുണ്ട്. നീ ദൈവപുത്രൻ, ഇസ്രായേലിന്റെ രാജാവ് തന്നെ. ഇസ്രായേലിന്റെ രാജാവാണ് ഈ ദൈവപുത്രനായി വന്നത് എന്ന് വ്യക്തമാണ് എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും എന്നും ഉത്തരം പറഞ്ഞു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. ആരുടെ അടുക്കൽ? മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച നിങ്ങൾ കാണും. യേശു ക്രിസ്തു അവരെ എവിടേക്ക് കൊണ്ടുപോയി? പഴയ നിയമകാലത്തിലേക്ക് അവരുടെ വിശ്വാസത്തെ ഒന്ന് എത്തി നോക്കാൻ, തങ്ങളുടെ പിതാക്കന്മാരുടെ വിശ്വാസത്തെ എത്തി നോക്കുവാൻ യേശു ക്രിസ്തു അവരെ ആ പഴയ നിയമകാലത്തിലേക്ക് ഒന്ന് വിളിക്കുകയാണ്. എവിടെയാ? ഉൽപ്പത്തി 28-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ യാക്കോബ് കണ്ട ഒരു സ്വപ്നത്തെ നമുക്ക് കാണുവാൻ കഴിയും. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. ഹല്ലേലൂയ. അതിന്റെ മുകളിൽ ഞാനത് ഒന്ന് വായിക്കാം. പ്രിയ സ്നേഹിതര് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. നിങ്ങളിത് അറിയാതിരിക്കരുത്, ഇത് നിങ്ങൾ അറിയണം. ഇതറിയുവാൻ വേണ്ടിയാണ്, ഈ സത്യം അറിയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ കൂടുതൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ദൈവസ്ഥയിൽ ആശ വെക്കുന്നത്. 28-12 ഒന്നുകൂടെ വായിക്കാം. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിൽ കയറുകയും ഇറങ്ങുകയും ചെയ്തിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവമായ യഹോവയാകുന്നു. ഹല്ലേലൂയ. ഇതാണ് യേശു പറഞ്ഞത്. നീ ഇതിനേക്കാൾ വലുത് കാണും. ദൈവദൂതന്മാർ
മനുഷ്യപുത്രന്റെ അടുക്കൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച കാണുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് യേശുവിന് ഞാനാണ് യഹോവയെന്ന്, ഞാനാണ് ആ ദൈവമെന്ന് പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ അവര് കൊടുകല. യേശു തന്നെ വെളിപ്പെടുത്തിയപ്പോൾ എല്ലാം നമുക്കറിയാം, അവിടെ വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ ആരെ തിരയുന്നു? നസ്രനായ യേശുവിനെ. ഞാനാകുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ അവരെല്ലാം പുറകിലേക്ക് മറിഞ്ഞു വീണു. യേശുവിന് വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാം. അവൻ ഓടി രക്ഷപ്പെടാൻ വന്നവനല്ല. നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി മരത്തിൽ അല്ലെങ്കിൽ തൂങ്ങുവാൻ, ശാപമരത്തിൽ ഒരു യാഗമാകുവാൻ അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയവനാ. ദാസവേഷം കൊണ്ട് വന്നവനാ. അവനത് നിറവേറ്റാതെ ഇരിക്കുവാൻ പിശാച് പലപ്പോഴും പരിശ്രമിച്ചു. നീ ആരാണ് എന്നവനോട് ചോദിച്ചു. നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമാകാൻ പറ. നീ ദൈവപുത്രനാണെങ്കിൽ അവിടുന്ന് ചാട്. കണ്ടോ? പല വിധത്തിൽ പിശാച് അവനെ പരീക്ഷിച്ചു. പക്ഷെ താൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ ദൈവം ഒരു കല്യാണം കഴിച്ചൊരു മകൻ, അല്ലെങ്കിൽ ഇന്ന് മനുഷ്യന് ചിന്തിക്കുന്ന പോലെ കല്യാണം കഴിച്ചൊരു പുത്രനെ ഇങ്ങോട്ട് ജനിപ്പിച്ചു വിട്ടു എന്നുള്ള രീതിയിലല്ല. ദൈവപുത്രൻ എന്ന് യേശു പറഞ്ഞപ്പോൾ ഇസ്രയേലിന്റെ ഭാഷയിൽ അവന് മനസ്സിലായി. അവരെല്ലാം ഉടൻ തന്നെ കല്ലെടുത്തു. നിങ്ങൾ എന്തിനാണ് കല്ലെടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത്, നീ മനുഷ്യനായിരിക്കും, നിന്നെ തന്നെ ദൈവമാക്കിയത് കൊണ്ടാണ്. അയ്യോ, ഞാൻ എന്നെ ദൈവമാക്കിയിട്ടില്ല. യേശു ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. നിന്നെ തന്നെ നീ ദൈവമാക്കിയെന്ന് പറഞ്ഞപ്പോൾ യേശു അവിടെ മറുപടി ഒന്നും പറയുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? താൻ സ്വയം ദൈവമാകാനായിട്ട് നെകളിച്ചു എന്നാണോ? അല്ല. അപ്പോൾ നീ നിന്നെ തന്നെ ദൈവമാക്കി. യേശു അത് മറച്ചു വെച്ചു കേട്ടോ. എന്താ യേശു മറച്ചു വെച്ചെന്ന് പരിശുദ്ധാത്മാവ് പ്രാപിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ പൗലോസ്ലീഹയ്ക്ക് മനസ്സിലായി. പൗലോസ്ലീഹ എന്താ പറഞ്ഞേ? അവരാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ, എന്ന് പറഞ്ഞാൽ തേജസ്സിന്റെ യഹോവയെന്നാ. അവരറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിന്റെ യഹോവയെ ക്രൂശിക്കയില്ലായിരുന്നു. അപ്പൊ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ കടന്നുപോയി പരമയാഗമായി മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ ജഡം ഏൽപ്പിച്ചു കൊടുക്കുവാൻ, താൻ ഈ ലോകത്തിൽ മരിക്കുവാൻ വേണ്ടി വന്നു എന്നുള്ളത് കൊണ്ട് താൻ സർവശക്തനായ ദൈവമാണെന്ന് തന്റെ വായിൽ നിന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും തന്റെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തി. അതിന്റെ തെളിവാണ് നഥാനിയേലിനോട് പറഞ്ഞത്. നമുക്ക് ആ ഭാഗം ഒന്നുകൂടെ വായിക്കാം. നഥാനിയേലിനോട് പറയുകയാണ്, എന്താ? നീ ഇസ്രായേലിന്റെ രാജാവ് തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അതിനുശേഷം നമുക്കറിയാം, യോഹന്നാൻ 18:37 വായിക്കുമ്പോൾ പീലാത്തോസിനോട് പറയുന്ന വാക്കിങ്ങനെയാണ്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. ഏത് രാജാവാ? പീലാത്തോസ് ചോദിച്ച ഏത് രാജാവിന്റെ കാര്യമാ? നീയാണ് ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഇവരെല്ലാം പറയുന്നു. നീ രാജാവ് തന്നെയോ? പീലാത്തോസിന്റെ മുൻപിൽ യേശു നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ തന്നെ രാജാവ്. നിങ്ങൾ ആരെ തിരയുന്നു? നസ്രനായ യേശുവിനെ. ഞാനാകുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുവാൻ അധികാരം യഹോവയ്ക്ക് മാത്രമേ ഉള്ളൂ. അത് പല ആവർത്തി യേശു പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴെല്ലാം ബോധം കെട്ട് അവർ വീണു. ആ പറഞ്ഞ സമയത്ത് ബോധം കെട്ട് വീണു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുന്ന എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഇന്ന് വ്യാപരിക്കുന്നുണ്ട് എങ്കിലും ആയിരങ്ങൾ യേശു സർവശക്തനായ ദൈവമെന്നും വീരനാം ദൈവമെന്നും അവൻ രാജാതിരാജാവെന്നും വിശ്വസിച്ചുകൊണ്ട് പാപങ്ങളെ ഉപേക്ഷിച്ച് കർത്താവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് ദൈവസഭയുടെ അംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ പാദപീഠത്തെങ്കിലേക്ക് അനേകർ വീണുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവാണെന്ന്, യേശു ക്രിസ്തു ഇസ്രായേലിന്റെ രാജാവാണെന്ന് നഥാനിയേലിന്റെ അടുക്കൽ സമ്മതിച്ചു.
യേശു ക്രിസ്തു ഇസ്രായേലിന്റെ രാജാവാണെന്ന് പീലാത്തോസിന്റെ അടുക്കൽ സമ്മതിച്ചു. ഹല്ലേലൂയ. ധാരാളം തെളിവുകളുണ്ട്. അതുകൊണ്ട് യഹൂദന് രണ്ട് രാജാക്കന്മാരില്ല. യഹോവയായ രാജാവ് തന്നെ, ആത്മാവായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് കടന്നു വന്നവനാണ്. കർത്താവായ യേശു ക്രിസ്തു എന്ന് വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുക. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരാ ദൈവമക്കൾ. അവർ യേശുവിനെ സർവശക്തനായ ദൈവമെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ട് ബാബിലോണിൽ നിന്ന് പറഞ്ഞു കടന്നു വന്ന കള്ള ഉപദേശമാകുന്ന തൃത്വോപദേശം കേട്ടിട്ടല്ല. പിന്നെ എങ്ങനെയാ? യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കുവാൻ, അത്ഭുതൻ, മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അവൻ വീരനാം ദൈവമാണ്. വീരനാം ദൈവം രണ്ടുപേരില്ല. യേശു വീരനാം ദൈവമാണ്. അവൻ നിത്യപിതാവാണ്. നിത്യപിതാവ് രണ്ടുപേരില്ല. വെളിപ്പാട് 1:7-8 വാക്യം വായിക്കുമ്പോൾ അവൻ സർവശക്തിയുള്ള ദൈവമായ കർത്താവാണ്. സർവശക്തനായ ദൈവം രണ്ട് വ്യക്തികളില്ല, അത് യേശു മാത്രമാണ്. ഹല്ലേലൂയ. തീത്തോസ് 2:12 അവൻ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാണ്. മഹാദൈവങ്ങൾ ഇല്ല, മഹാദൈവം ഒരുവൻ മാത്രം. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് ജീവിക്കുന്ന പ്രിയ സ്നേഹിതരെ, പ്രിയ തൃത്വവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് കർത്താവായ യേശു ആരെന്ന് ഉള്ള വെളിപ്പാട് പ്രാപിച്ച് മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന് യോഗ്യമായിട്ടുള്ള ഫലം കായ്ച്ച് ഞാനും നിങ്ങളും എന്നെ അവിടുന്ന് മാറ്റി നിർത്തുകയല്ല. എന്നാൽ ദൈവത്തിന് വേണ്ടി വളരെ അധ്വാനിക്കുന്ന, വളരെ ത്യാഗം ചെയ്യുന്ന, ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരു കൂട്ടമാണ് തൃത്വത്തിലുള്ള ദൈവദാസന്മാരും വിശ്വാസികളും. അത് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. കാരണം ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങി. എന്നാൽ സാത്താൻ AD 325 കൊണ്ടുവന്ന കുസ്തന്തീനോസ് എന്ന് പറയുന്ന ഒരു കൊലപാതകൻ നിമിത്തമായിട്ട്, ഒരു വഞ്ചകൻ നിമിത്തം, ഇതെന്റെ ഭാഷയല്ല, തൃത്വത്തിലുള്ള ഗാനവച്ചന്റെ ഭാഷയാണ്, ഒരു വഞ്ചകൻ നിമിത്തമായിട്ട് കൊണ്ടുവന്ന ഈ തൃത്വോപദേശം നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യില്ല. യേശു ക്രിസ്തു മാത്രം യഹോവ എന്ന് വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ആയിത്തീരണം. നിങ്ങൾ തൃത്വോപദേശം ഉപേക്ഷിക്കണം, അതിനെ ചവിട്ടി മെതിക്കണം. അത് നമുക്കൊരു ഗുണവും ചെയ്യില്ല. യേശു ക്രിസ്തു വീരനാം ദൈവം, അവൻ മഹാദൈവം, അവൻ നിത്യപിതാവ്, അവൻ സർവശക്തനായ ദൈവമെന്ന് വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കണം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു പാട്ടുണ്ട്, യാക്കോബ സഭ. അവിടെ ഇന്ന് മെത്രാൻ കക്ഷിയും ഭാവകക്ഷിയും തമ്മിൽ അടിയാണ്, ബഹളമാണ്. പക്ഷെ ഏതോ ഭക്തൻ എഴുതിയൊരു പാട്ടുണ്ട്, സീനായിഗിരി നിൻ സവിതേ വിറവുണ്ടു മാതാ ദേവേശ ഗിരിവാരിതിതരനാം നിന്നെ കന്യകയാം അറിയാമേന്തി വേഴ്ചപ്പെടാതവൾ ഗർഭിണിയായി വചനാതീതം പ്രസവിച്ചു തൽസ്മൃതിയെ വിസ്മൃതമാക്കണമേ. സീനായിഗിരി നിൻ സവിതേ വിറവുണ്ടു. സീനായിഗിരി ആരുടെ മുമ്പിലാ വരച്ചത്? യഹോവയുടെ മുൻപിലാ വരച്ചത്. സീനായിഗിരി നിൻ സവിതേ വിറവുണ്ടു നാദാ ദേവേശ ഗിരിവാരിതിതരനാം നിന്നെ. ഗിരി പർവ്വതം, വാരിധി സമുദ്രം. ഗിരിവാരിതിതരനാം നിന്നെ കന്യകയാം മറിയാമേന്തി. അവിടെ ഒരു അല്പം തെറ്റ് എന്ന് പറയുന്നത്, സർവശക്തനായ ദൈവത്തെ കന്യകാമറിയത്തിന്റെ ഉദരത്തിൽ വഹിക്കാൻ പറ്റില്ല. പിന്നെന്ത് ചെയ്തു? ദൈവം താൻ തനിക്കായി ഒരു ജഡം സ്വീകരിച്ചു. ആ ജഡത്തിൽ അവൻ വസിച്ചു. അതാണ് തീമോഥെയോസ് 3:16 വായിക്കുമ്പോൾ ദൈവം, ഏത് ദൈവം? ഏത് ദൈവം എന്ന് ചോദിക്കണ്ടല്ലോ. ദൈവം ഒന്നേ ഉള്ളൂ, അത് യഹോവയാണ്. യഹോവയായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പോ എങ്കിലും ആശയം, യഹോവയായ ദൈവം കന്യകയാം മറിയാമിൽ വന്നു. ഈ സത്യത്തെ ലോകത്തോട് വിളിച്ചറിയിക്കണമെന്നാണ് ആ ഭക്തൻ പാടിയത്. തനിക്ക് കിട്ടിയ വെളിപ്പാട് അത് തീർത്തും മോശമല്ല.
ഏതാ? സീനായിഗിരി നിൻ സവിതൈ വിറവുണ്ടു നാഥ ദേവേശ ഗിരിവാരിധി ധരനാം നിന്നെ കന്യകയാം അറിയാമേന്തി വേഴ്ചപ്പെടാതവൾ ഗർഭിണിയായി വചനാതീതം പ്രസവിച്ചു തൽസ്മൃതിയെ വിസ്തൃതമാക്കണമേ. സർവശക്തനായ സീനായി മല വിറച്ചത് യഹോവയുടെ മുൻപിലാ. അല്ലയോ യഹോവേ, ആ യഹോവയാണ് കന്യകാമറിയയുടെ ഉദരത്തിൽ വഹിച്ചത് എന്നാണ്. യഹോവയെ വഹിച്ചു എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. ആ യഹോവയായ ആത്മാവായ ദൈവം ഒരു ജഡമെടുത്തു. എന്തിനു വേണ്ടി? ജഡത്തിൽ കഷ്ടമനുഭവിപ്പാൻ. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാവമോചനമില്ലാത്തത് കൊണ്ട് അവൻ ജഡത്തോടും രക്തത്തോടും കൂടിയവനായി വന്നു എന്ന് എബ്രയർ 2:14 പറയുന്നു. അപ്പോൾ അവൻ കഷ്ടമനുഭവിച്ചു. ജഡത്തിൽ കഷ്ടമനുഭവിപ്പാൻ, ആ ജഡത്തിൽ കഷ്ടമനുഭവിപ്പാനായിട്ട് ജഡത്തിൽ വെളിപ്പെട്ടവൻ യഹോവയായ ദൈവം തന്നെയാണ്. ആ സത്യമാണ് യാക്കോബ സഭയിൽ ഭക്തന്മാരെഴുതി ഇന്നും അവർ പാടുന്നു. പക്ഷെ അതിന്റെ അർത്ഥം അവർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും ഒരു സംഗതി, ഈ അന്ത്യകാലമാണ്. ഈ സത്യം ദൈവം കണ്ടിട്ടുള്ളവർ യേശു ക്രിസ്തു മാത്രമാണ് മഹാദൈവം എന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിന്റെ പാദപീഠത്തിൽ നിന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അവനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആത്മാവ് അവരുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സത്യത്തിലേക്ക് എന്നെ കേൾക്കുന്ന എല്ലാ മാന്യ സ്നേഹിതരെയും ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് ഇവിടെ ഇന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും.